കൊട്ടിയൂർ ലാസ്റ്റത്തെ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. കൊട്ടിയൂർ ലാസ്റ്റത്തെ പൂജ നടക്കുന്ന സമയം തിരുവഞ്ചിറയുടെ സമീപത്ത് സ്ത്രീകൾ കൊട്ടിയൂര് ലാസ്റ്റത്തെ ദിവസം നടക്കുന്ന പൂജകളും കളഭാഭിഷേകവും വീരഭദ്രസ്വാമിയുടെ തിരുവായുധമായ വാള് മുതിരേരിക്കാവിലേക്ക് തിരിച്ചു പോകുന്ന വീഡിയോ ആണ് ഇത്. വേറെ ഒരു ക്ഷേത്രങ്ങളിലും നടക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാതി കർമ്മങ്ങളുമാണ് ഇവിടെയുള്ളത്. അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത്തിരി ലെങ്ത് ജാസ്തിയായി പോയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. കൊട്ടിയൂർ ലാസ്റ്റത്തെ ദിവസത്തിലെ പൂജയുടെ ആരംഭമാണിത്. കളഭാഭിഷേകം അതിനോടനുബന്ധിച്ചു നടക്കുന്ന പൂജകളാണ് ഇനി നടക്കുന്നത്. കഴിഞ്ഞ വർഷം വാളാട്ടം സന്ധ്യക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണക്കുകൂട്ടിയിട്ട് ഞാൻ ഉച്ചക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. നോക്കുമ്പോൾ ഈ വർഷം ഉച്ചക്കാണ് വാളാട്ടം ഉണ്ടായത്. അതുകൊണ്ട് ഈ വർഷം വാളാട്ടം കാണാൻ കഴിഞ്ഞില്ല. 23-ാം തീയതിയായിരുന്നു ഈ പ്രാവശ്യം വാളാട്ടം. 24-ാം തീയതി ഇന്നത്തെ പൂജകൾ ഈ കാണുന്നത്. ലാസ്റ്റത്തെ 2 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ ധാരാളം കർണാടകയിൽ നിന്ന് ഫാമിലിയായിട്ട് ആൾക്കാർ വന്നു ചേർന്നിരുന്നു. ലാസ്റ്റത്തെ ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത് അവർക്ക് അറിയില്ലായിരുന്നു. അതിന്റെ നിരാശ അവരിൽ കണ്ടു. ഈ പൂജ നടക്കുമ്പോൾ തിരുവഞ്ചിറയിലേക്ക് ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ലതല്ല. ആരോ ഒരാൾ തിരക്കിട്ട് ഉള്ളിലേക്ക് കയറിയത് കൊണ്ട് എല്ലാവരും ഓടി കയറിയതാണിത്. फोटो അത് ചെയ്തുകൂടാന്ന് പറഞ്ഞാൽ അത് ചെയ്തേ പറ്റൂലെന്ന് ശാഠ്യം പിടിക്കുന്ന ചില ആൾക്കാരെ ഇതിൽ കണ്ടു. ഇന്നത്തെ ദിവസം തിരുവഞ്ചിറയിൽ പ്രദർശനമില്ല. വളണ്ടിയർമാർ ഇവർക്ക് ആചാരങ്ങൾ പറഞ്ഞു കൊടുത്താലും നേരെ വിപരീതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ ചില വ്യക്തികളെ ഇവിടെ കണ്ടു. ഇവരുടെ ഭക്തന്മാർ തന്നെയാണോ എന്ന് തോന്നിപ്പോകും ഇവരുടെ പെരുമാറ്റം കണ്ടാൽ. അഭിഷേകമാണ് ഇപ്പോൾ കണ്ടത്.
ഇന്നത്തെ ദിവസം നല്ല കോടമഞ്ഞലായി അന്തരീക്ഷമേ മാറ്റമായിരുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ 27 ദിവസം വിളക്ക് കത്തിച്ചു വെച്ച ആ വിളക്കുകൾ മാറ്റുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. ഈ വർഷം വളരെ കുറവ് മഴയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വാവരിപ്പുഴയിലെല്ലാം വെള്ളം വളരെ കുറവായിരുന്നു. ഉത്സവത്തിന്റെ തുടക്കമായ നെയ്യാട്ടത്തിന്റെ സമയം തിരുവഞ്ചിറയിൽ തീരെ വെള്ളമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം വാവരിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ ആൾ ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. മണിത്തറയുടെ സമീപത്ത് വെച്ച ഭണ്ണാരം മാറ്റുന്നതാണ്. മണിത്തറയുടെ സമീപത്തുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് മാറ്റും ഈ സമയം. നമ്പീശൻ വാര്യർ അവരുടെ സാന്നിധ്യത്തിൽ മഹാദേവനെ ധ്യാനിച്ച് ഗോവിന്ദനാമം ജപിച്ചുകൊണ്ട് താൽക്കാലികമായി സ്ഥാപിച്ച മേൽപ്പുര പൊളിച്ചുമാറ്റുന്ന ചടങ്ങുകൾ ആരംഭിച്ചു. ഈ പൊളിച്ചു മാറ്റുന്നതെല്ലാം തിരുവഞ്ചിറയിൽ ഇട്ട് കഴിഞ്ഞാൽ മഴയും വെയിലും കൊണ്ട് അത് പ്രകൃതിയോട് അലിഞ്ഞു ചേരുകയാണ്. അത്ര ആൾക്കാരൊന്നും വന്ന് ചേർന്നിട്ടുണ്ടായിട്ടില്ല. എന്നാലും അതില് പകുതിയിൽ ജാസ്തിയോളം കർണാടകയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ഇവർക്ക് നല്ല ഭക്തിയുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ വരുന്ന കുറെ ആൾക്കാർ ടൂറിന് വരുന്നവര് വന്നിട്ട് വേണ്ടാണ്ട് ഒച്ചപ്പാടെല്ലാം ആക്കുന്ന ആൾക്കാരുണ്ട്. താൽക്കാലികമായി സ്ഥാപിച്ച ലൈറ്റെല്ലാം അയച്ചു മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സമുദായക്കാരും ഒത്തൊരുമയോട് കൂടി കൊട്ടിയൂരിൽ എന്തെങ്കിലും ഒരു ചടങ്ങിൽ ഉണ്ടാകും. എല്ലാവരും എനിക്ക് ഒന്നാണെന്ന് മഹാദേവൻ ഇവിടെ കാണിക്കുന്നു. മണിത്തറയുടെ മുകളിൽ അവിടെ പൂജ ചെയ്യുന്ന പൂജാരി ഈ സമയം മണിത്തറയുടെ മുകളിൽ കയറിയിരുന്ന് ആ സ്വയംഭൂ വിഗ്രഹത്തിൽ ഒരു ഓലയുടെ കണ്ണി പോലും വീകാതിരിക്കാൻ ശ്രദ്ധിക്കും. ആ ശരീരം ചെറുങ്ങനെ ബെൻഡാക്കിയിട്ട് ആ സ്വയംഭൂ വിഗ്രഹത്തിൽ കവർ ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള ഒരു ചടങ്ങുകൾ വേറെ ഒരു ക്ഷേത്രങ്ങളിലേ ഇല്ല.
ഈ സമയം സിനിമാ നടനായ ഉണ്ണി മുകുന്ദനും തില്ലങ്കേരിയും കൂടി ഒന്നിച്ച് ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം പൂജയുടെ കുറേ ഭാഗം ഇവിടെ മണിത്തറയുടെ സമീപത്ത് ഉണ്ടായിരുന്നു. ധാരാളം ആൾക്കാർ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അറിയപ്പെടുന്ന ആൾക്കാർ പൊതുസ്ഥലങ്ങളിൽ പോയാൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രമാത്രമുണ്ടെന്ന് കണ്ടറിഞ്ഞ നിമിഷമായിരുന്നു ഇത്. സാധാരണപ്പെട്ട ആൾക്കാർ ക്ഷേത്രത്തിൽ തൊഴുത് ഒരു മൂലക്ക് പോയി ഇരിക്കാൻ കഴിയും. ഇവർക്ക് അതൊന്നും കഴിയില്ല. ഇവരുടെ ചുറ്റും ആൾക്കാരായിരിക്കും. ഇത് 100 ആള് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്ന ആ സമയം ചിരിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ? എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്, പ്രയാസമാണ് ഒരു കണക്കിന് ഇവരുടെ ജീവിതം. അമ്മാരക്കല്ലിൽ കെടാവിളക്ക് കെടാതിരിക്കാൻ സ്ഥാപിച്ച കൊടയാണ്. സ്വയംഭൂ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാനുള്ള കളഭമാണ് ഈ കാണുന്നത്. ഫസ്റ്റ് അഭിഷേകം ചെയ്യുന്നത് ഒരു വെള്ളിക്കുടത്തിലാണ്. അത് കഴിഞ്ഞാൽ ഒരു സ്വർണത്തിന്റെ കുടത്തിൽ അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു വലിയൊരു പാത്രത്തിലുള്ള അഭിഷേകമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്, കളഭാഭിഷേകം. ഉണ്ണി മുകുന്ദൻ മണിത്തറയുടെ സമീപത്ത് ഈ പൂജ നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി കുറേ സമയം നീണ്ടു നിൽക്കുന്ന പൂജകളാണ് ഇവിടെ. കുറേ സമയം ഉണ്ണി മുകുന്ദന് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള കുറേ ക്ഷേത്രങ്ങളിൽ ഉണ്ണി മുകുന്ദൻ ഇന്നത്തെ ദിവസം ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു.
ഹരി ഹരി ഗോവിന്ദ. ഹരി ഗോവിന്ദ. വെള്ളിക്കുംഭത്തിലുള്ള കളഭാഭിഷേകമാണ് ഈ നടക്കാൻ പോകുന്നത്. അവിടെയുള്ള ഓരോരോ വ്യക്തികളും ഗോവിന്ദനാമം ജപിച്ചുകൊണ്ട് അവിടുത്തെ അന്തരീക്ഷമേ ഒരു നിമിഷം മാറി. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയായിരുന്നു. ഭഗവാന്റെ നിവേദ്യ പൂജയാണിത്.
അങ്ങനെ ഈ വർഷത്തെ 2026 കളഭാഭിഷേകം ഇവിടെ കഴിഞ്ഞു. അഭിഷേകം ചെയ്ത കളഭം കോരി എടുക്കുന്നതാണ് ഈ കാണുന്നത്. കളഭം ഫുള്ളായിട്ട് കോരി മാറ്റിക്കഴിഞ്ഞാൽ പൂജ ചെയ്ത ആൾക്കാർ തുളസിക്കതിര് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഈ കാണുന്നത്. ആ കളഭം തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്നതായി ഈ കാണുന്നത്. ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വളണ്ടിയർമാരും അവിടെ ഉള്ളിൽ നിൽക്കുന്ന പോലീസുകാരുമാണ്. ഈ തൂവാൻ വന്ന ആൾക്കാർ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയാതെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഹാദേവന് അഭിഷേകം ചെയ്ത ആ കളഭം പുറത്തു നിന്നും തൂവാൻ വന്ന ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിക്ക് ഇത്തിരി പാടായിരുന്നു. ആൾക്കാരെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന വളണ്ടിയർമാരും പോലീസുകാരുമാണ് ഇവിടെ ഇപ്പോ ഫസ്റ്റത്തെ ആ തിക്കും തിരക്കിൽ കണ്ടത്. അവരെല്ലാം തിക്കും തിരക്കാക്കൂ. ഭക്തന്മാരെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. അടുത്ത പ്രാവശ്യമെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരട്ടെ. ഇതൊന്നും കണ്ടു വെക്കാൻ കഴിയാതെ ഞാൻ പുറത്ത് വാവരിപ്പുഴയുടെ സമീപത്ത് പോയപ്പോൾ ഇവിടെ സ്ത്രീകളെ കണ്ടു. കർണാടകയിൽ നിന്ന് വന്നവരെയാണ് ഇപ്പോൾ കണ്ടത്. ഏകദേശം ലാസ്റ്റത്തെ ചടങ്ങായ മണിത്തറയുടെ സമീപത്ത് നിന്നും കഞ്ഞി കുടിക്കുന്നതാണ് ഈ കാണുന്നത്. ആ കഞ്ഞി കുടിച്ചു കഴിഞ്ഞ പാടന്നെ മണിത്തറയുടെ സമീപത്ത് കഴുകി വൃത്തിയാക്കും. അതിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത വർഷം വരുമ്പോഴേക്കും ഇവിടെയൊക്കെ കാട് തുളസിയും ഇതെല്ലാം ആയിട്ട് മൊത്തം കാടായിട്ടാണ് ഉണ്ടാവുക ഈ മണിത്തറയുടെ സമീപത്ത്. തിരുവഞ്ചേരിയുടെ സമീപത്ത് സ്ത്രീകളെ കണ്ട് ഞാൻ ഈ സമയം അത്ഭുതപ്പെട്ടു. കലംപരവിന് ശേഷം സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ലെന്ന എൻ്റെ വിചാരമുണ്ടായിരുന്നത്. ഞാൻ ഇവിടെ എന്നിട്ട് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരുവഞ്ചേരിയുടെ മുകളിൽ നിൽക്കാം ഇവിടെയുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർ. ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് മുതിരേരിയിൽ നിന്നുള്ള വീരഭദ്രസ്വാമിയുടെ തിരുവായുധമായ ആ വാള് കൊട്ടിയൂരിലെത്തുമ്പോഴാണ്. ആ തിരുവായുധം മുതിരേരി ക്ഷേത്രത്തിലേക്ക് 35 കിലോമീറ്റർ കാൽനടയായി തിരിച്ചു പോകുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. ഏകനായി കാൽനടയായിട്ടാണ് തിരുമേനി പോകാറുള്ളത്. തിരുവായത്തിന്റെ തിരിച്ചുപോക്ക് കാണാൻ വന്നപ്പോഴാണ് ഇപ്പുറത്തെ ഭാഗത്ത് സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇനിയത്തെ ചടങ്ങ് അഷ്ടബന്ധത്താൽ സ്വയംഭൂ വിഗ്രഹത്തില് മൂടലാണ്. വാവലിപ്പുഴയുടെ അപ്പുറത്തെ വശം നിന്ന സ്ത്രീകൾ ഇപ്പുറത്തെ സ്ത്രീകളെ കണ്ട് ഓടിക്കേറാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്. ഇപ്പുറത്തെ സ്ത്രീകളില്ല, അതുകൊണ്ട് അനക്ക് വരുന്നതെന്നാന്ന് പറഞ്ഞിട്ടാണ് ഈ വരുന്നത്. കാണുന്ന എനിക്കും അങ്ങനെ തോന്നി.